once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി മുട്ട പത്തിരിയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പൊന്നാനി നഗരത്തിലെ ഒട്ടുമിക്ക വീടുകളിലും അതിഥികളെ സൽക്കരിക്കുമ്പോൾ പ്രധാന വിഭവമായി മുട്ട പത്തിരി ഉണ്ടാക്കാറുണ്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ട പത്തിരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മുട്ട പത്തിരി ഉണ്ടാക്കുന്നതിനായി ഇതുപോലൊരു ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. ഇത് വെള്ളം ഒഴിച്ചു കൊടുത്ത് 5 മണിക്കൂർ കുതിർത്ത് വെക്കുക. 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. ഇനി വേണ്ടത് പപ്പടമാണ്. 1 ഗ്ലാസ് പച്ചരിക്ക് 5 പപ്പടം എന്ന രീതിയിൽ 10 പപ്പടമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും വെള്ളമൊഴിച്ച് വെക്കുകയാണ്. അഞ്ച് മണിക്കൂറിന് ശേഷം അരിയും ഉഴുന്നുപരിപ്പും നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു മിക്സ് ജാറിലേക്ക് മാറ്റുകയാണ്. ആദ്യം പച്ചരി, പിന്നെ ഉഴുന്നുപരിപ്പ്, അതിനുശേഷം പപ്പടം ഇട്ട് വെച്ച വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളമൊഴിക്കുകയാണ്. അരിയുടെ നിരപ്പിൽ നിന്ന് കുറച്ച് താഴെയായി മാത്രം വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കണം. അധികം വെള്ളമായാൽ ബാറ്റർ ലൂസായി പോകും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ നമുക്ക് കിട്ടേണ്ടത്. അധികം കട്ടിയാകാനും ലൂസാകാനും പാടില്ല. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നല്ല തിളച്ച എണ്ണയിൽ വേണം മാവ് കോരി ഒഴിക്കുവാൻ. മാവ് ഒഴിച്ച ഉടനെ തന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എങ്കിലേ ഉള്ളു നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. തിരിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും വെന്ത് കഴിഞ്ഞാൽ കോരിയെടുക്കാം. അടുത്തതായി വീണ്ടും മാവ് ഒഴിക്കുമ്പോൾ തീ വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം തീ ലോവിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. ഇതാ നമ്മുടെ മുട്ടപ്പത്തിരി കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഉള്ളിൽ മുട്ട വെച്ചതുപോലെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാവണം ഇതിന് മുട്ടപ്പത്തിരി എന്ന് വിളിക്കുന്നത്. ഈ മുട്ടപ്പത്തിരി എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.